ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ രാവിലത്തെ കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചത്. നൂൽപുട്ട് ഉണ്ടാക്കാൻ കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് എപ്പോഴൊന്നും നൂൽപുട്ട് ഉണ്ടാക്കാറില്ല. ഞാൻ ഈ തിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ ഇരുന്ന് ചിരിക്കുക. അവനൊരു രസം ഇതൊക്കെ കാണുമ്പോൾ. നൂൽപുട്ടിൻ്റെ കൂടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നൂൽപുട്ടും മുട്ടക്കറിയും കൂടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കാറുണ്ടോ? ഇപ്പം ഞാൻ നൂൽപുട്ട് പാത്രത്തിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. മക്കൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാൻ നേരെ അവർക്ക് അങ്ങോട്ട് കൊടുത്തു. കാരണം തിരിച്ച് എൻ്റെ കൈയൊരു വകയായി നിൽക്കുകയാണ്. അങ്ങനെ അവരത് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ഞാൻ നൂൽപുട്ടിൻ്റെ പാത്രത്തിൽ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നൂൽപുട്ട് എല്ലാം പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നൂൽപുട്ടിൻ്റെ തട്ടുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നൂൽപുട്ട് ഏകദേശം സെറ്റായിട്ടുണ്ടാവും. നൂൽപുട്ട് സെറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. നൂൽപുട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പാത്രത്തിൽ തട്ടുമ്പോൾ അടിയിൽ പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒരു വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതിയായിരിക്കും. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം വെച്ചിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാട്ടുകയാണ്. അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ പാകത്തിന്, മഞ്ഞൾപ്പൊടിയും പട്ടയും ഗ്രാമ്പും അതെല്ലാം പാകത്തിന് ഇട്ട് കൊടുത്ത് നല്ലോണം വേവിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരപ്പും ചേർത്ത് പുഴുങ്ങിയ മുട്ടയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കാൻ പോവാണ്. എൻ്റെ കുഞ്ഞാവയും കൂടെ എൻ്റെ കൂടെ ഉണ്ട്.